ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി ഓഫീസിലാണ് പോകുന്നത്. എൻ്റെ റൂം വരുന്നത് കളമശ്ശേരി ആട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ ബസ്സിലും ചില ദിവസങ്ങളിൽ ഞാൻ മെട്രോയ്ക്കുമാണ് പോകുന്നത്. ഇന്ന് ഞാൻ പോകുന്നത് ബസ്സിനാട്ടോ. കളമശ്ശേരിയിൽ നിന്ന് കലൂർ വരെ ഒരു ബസ്സും കലൂരിൽ നിന്ന് കടവന്ത്ര വരെ വേറൊരു ബസ്സും ആട്ടോ. ഞാൻ എപ്പോൾ ബസ്സിൽ കയറിയാലും ഇങ്ങനെ സൈഡ് സീറ്റ് നോക്കിയേ ഇരിക്കാറുള്ളൂ. നിങ്ങളും അങ്ങനെയാണോ ഒന്ന് കമൻറ്റ് ഇടണേ. 9 മണിയാണ് പഞ്ചിങ് ടൈം വരുന്നത്. കറക്റ്റ് ഞാനൊരു 8:45 കടവന്ത്ര ജംഗ്ഷൻ എത്തും. അവിടുന്ന് എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ഈ കടയിൽ നിന്ന് ഡെയിലി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഓഫീസിൽ പോയിരുന്ന് തന്നെ ഇരുന്ന് കഴിക്കാറാണ് പതിവ്. ഇന്ന് ഞാൻ വാങ്ങിച്ചത് ഒരു തേൻമുട്ടായി ആട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് തേൻമുട്ടായി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ. രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷേ ഓഫീസിൻ്റെ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് മഴ ചാറി. അങ്ങനെ തേൻമുട്ടായും വാങ്ങിച്ച് ഞാൻ എൻ്റെ ഓഫീസിലെത്തി ആരും കാണാണ്ട് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമായിരുന്നു. സ്ലോ മോഷന് വീഡിയോ ഒക്കെ എടുത്ത് തേൻമുട്ടായൊക്കെ കഴിച്ച് തീരാറായപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ KG വന്നു. ഇവളെന്നെ എവിടെ വെച്ച് കണ്ടാലും എടി ശബാനായ എന്നുള്ളൊരു വിളിയാട്ടോ. രാവിലെ തന്നെ ആൾ വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പോസ് ചെയ്യുക. ഇത് നെക്സ്റ്റ് ആൾ പ്രഭു. വീഡിയോ ഒക്കെ എടുക്കുവാന്ന് കണ്ട് പുള്ളിക്കാരി ഭയങ്കര ജാടയിലാട്ടോ വന്നത്. എന്നിട്ട് ഫോണിലൊക്കെ കളിച്ചുകൊണ്ട് ഒരു ബായും തന്നു പോയി. കറക്റ്റ് 9 മണിയാകുമ്പോൾ എനിക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എനിക്ക് ഓഫീസിൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. രാവിലെ തന്നെ ഒരു 10:30 ആകുമ്പോഴത്തേക്കിനും ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാറ്. നമ്മളൊരു 5-6 പേര് കൂടിയിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. എല്ലാവരും ഓരോ ദിവസവും ഓരോ ഫുഡും ഓരോ കറിയും കൊണ്ടുവന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒറ്റൊരു കഴിക്കലാണ്. ഇപ്പം നിങ്ങളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഈ കാപ്പി കണ്ടോ നിങ്ങൾ? ഇത് ഡെയിലി ഞാൻ രാവിലെ പതിവാട്ടോ. ഇത് നല്ല ഉലുവായും ചുക്കും എല്ലാം കൂടി ഇട്ട് എൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാപ്പിപ്പൊടിയാട്ടോ. മോർണിംഗ് ടീ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോൺ എടുക്കാറ് ലഞ്ച് ബ്രേക്കിനാട്ടോ. ലഞ്ച് കഴിക്കാൻ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുടെ നമ്മുടെ കൂടെ വരും കേട്ടോ. ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും കൊണ്ടുവരില്ല. കൊണ്ടുവന്നാലും അത് വേസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് ഫുഡ് കഴിക്കാറ്. ഇതൊരു വൈബ് തന്നെയാട്ടോ. ഒരു പാത്രം ചോറും 3 കൂട്ടം കറിയും കഴിക്കുന്നതിലും നല്ലതാണ് കുറച്ച് ചോറും ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഒത്തിരി കറിയുമായിട്ട് ഫുഡ് കഴിക്കുന്നത്. ലഞ്ച് ബ്രേക്ക് നമുക്കൊരു 30 മിനിറ്റ്സ് ആട്ടോ വരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ പോയി കുറച്ച് പരദൂഷണം പറയും. ആ ഗ്യാങ്ങിൽ നമ്മുടെ പ്രഭുവും വരും കേട്ടോ. 1:30 നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വർക്കിന് കയറിയാൽ പിന്നെ ഒരു 3:30 ഒക്കെ ആകുമ്പം ടീ ബ്രേക്കിനാട്ടോ ഇറങ്ങാറ്. കറക്റ്റ് 3:30 ആകുമ്പം 3 ഫ്ലോറിലെ ആൾക്കാർ ഒരുമിച്ച് വരും ടീ കുടിക്കാൻ. ആ ടൈമിൽ നമുക്ക് കാണാത്തവരെയൊക്കെ കണ്ട് കുറച്ചുകൂടെ സംസാരിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്ലോറിലുള്ളവരിലും കൂടുതൽ കമ്പനി ബാക്കി 2 ഫ്ലോറിലുള്ളവരുമായിട്ടാട്ടോ. ഇവരെയൊക്കെ പിന്നെ ഞാൻ കാണാറ് ഈവനിങ് ടീ ബ്രേക്കിനുമാണ്. 3:30 ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞ് പിന്നെയും വർക്കിന് കയറി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറ് 6 മണിക്ക് വീട്ടിൽ പോകാനാട്ടോ. ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങൾ 3 പേരുടെ ഒരുമിച്ചാണ് നടന്നു പോകാറ്. ഇന്ന് ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് പോയി വെയിറ്റ് നോക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ അടുത്തുള്ള സിൽവർ ലൈൻ ഹോസ്പിറ്റലിലോട്ടാട്ടോ വെച്ച് പിടിച്ചത്. ഇവിടെ നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കണ്ട, ചുമ്മാ ജസ്റ്റ് കയറി വെയിറ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരാം. എനിക്ക് വലിയ വേരിയേഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വെയിറ്റ് നോക്കുമ്പോൾ. ആദ്യചേട്ടന് നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. 65 കിലോ എന്ന് ഒറ്റയടിക്ക് 70 കിലോയിലോട്ട് പോയി. അതിന് ഞെട്ടലും ചേട്ടനുണ്ടായിരുന്നു. ചേച്ചിക്കാണെങ്കിലോ 62 കിലോ എന്ന് ഒറ്റയടിക്ക് 68 കിലോയിലോട്ട് പോയി. അതിന് ഞെട്ടലും ചേച്ചിക്കും ഉണ്ടായിരുന്നു. വെയിറ്റൊക്കെ നോക്കി ഞെട്ടി ഞങ്ങൾ അടുത്തുള്ള നാച്ചുറൽസിൽ ത്രെഡ് ചെയ്യാനാണ് പോയത്. ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞിറങ്ങിയപ്പോൾ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ബസ്സിന് പോകുന്നത് കുറച്ച് ടാസ്ക്കാണ്. അതിന് ഞാൻ ഈവനിങ് മെട്രോയിലാട്ടോ പോയത്. സത്യം പറഞ്ഞാൽ ഇപ്പം മെട്രോയുടെയൊക്കെ അവസ്ഥ ലോക്കൽ ട്രെയിനിലും കഷ്ടമാണ്. ഇരിക്കാനൊന്നും സീറ്റ് കിട്ടാറില്ല. കുറേ നേരം നിന്ന് കഴിയുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടും. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കടവന്ത്രയിൽ നിന്ന് കളമശ്ശേരി വരെ നിന്നും പോകാറുണ്ട്. വർക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് വരുമ്പോൾ ഞാൻ നല്ല ടയേർഡാട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും ഫുഡും കഴിച്ച് ഫേസിൽ എന്തെങ്കിലും ഒരു ക്രീമും അപ്ലൈ ചെയ്ത് കിടക്കാറാണ് പതിവ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.